നേമത്തെ NDA സ്ഥാനാർത്ഥിയായ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രികയിൽ സൂക്ഷ്മ പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി വിനീഷ് ശരിയാണ്. വിനീഷ്, നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? നിലവിൽ ഈ രാജീവ് ചന്ദ്രശേഖർ നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ ഇത്തരത്തിൽ വിനീഷ് കേൾക്കാമോ? സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ആ UDF സ്ഥാനാർത്ഥിയുടെ ആക്ഷേപം ഇത്തരത്തിലാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ ബംഗളൂരിലുള്ള വസ്തു സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഏകദേശം 200 കോടിയോളം രൂപ വരുന്ന വസ്തു വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ആക്ഷേപമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശബരിനാഥാണ് ഈ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് CPM ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ സ്ഥാനാർത്ഥിത്വം CPMനെയും കോൺഗ്രസിനെയും വല്ലാതെ ഭയപ്പെടുത്തുന്നു. ആ വല്ലാത്ത ഭയപ്പെടുത്തലിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപവുമായി രംഗത്തെത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട കരമന അജിത്തും കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു ആക്ഷേപമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള ആക്ഷേപം, അത് BJPയുടെ നിലപാട് എന്താണ്? അത്തരത്തിലുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നതാണോ? ആക്ഷേപം എല്ലാവർക്കും ആക്ഷേപിക്കാം. അതിൽ വസ്തുതയുണ്ടോ എന്ന് തെളിയിക്കുന്നത് കോടതിയാണ്. ആരോഗ്യം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഒരു എതിർഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടും അത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കേണ്ടത് കോടതിയിൽ നിന്നാണ്. കോടതിയാണ് അതിനുള്ള പരമോന്നത അധികാരം. ഇപ്പോൾ ഇവർ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നു. അത് ശരിയാണോ? ആ വസ്തുതകൾ പറയുന്ന ഡോക്യുമെൻറ്റ്സുകൾ ശരിക്കും ശരിയാണോ എന്ന് ആധികാരികമായിട്ട് വിധി എഴുതേണ്ടത് കോടതിയാണ്. അത് ആരോഗ്യമൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തർ ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കോൺഗ്രസ് ആണ് ആദ്യം ഇത് ഉന്നയിച്ചത്. ഇപ്പോൾ CPM കൂടെ ഇതിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ ഈ രണ്ട് മുന്നണികളും ഭയക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ നോമിനേഷൻ കാര്യത്തിൽ പോലും. ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു കൂവിക്കൊണ്ട് ഇതുണ്ടെന്ന് പറയണമെങ്കിൽ അതിന് കൃത്യമായ ഡോക്യുമെൻറ്റ്സ് പോലും ഇവർക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് സമയം കൊടുത്തിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. ഇതുവരെയായിട്ട് അവർക്ക് അതിനുള്ള ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ എന്ത് തീരുമാനമെടുക്കാൻ പറ്റും? തീരുമാനമെടുക്കാനും പറ്റില്ല. സ്ഥാനാർത്ഥി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിലവിൽ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഇല്ല, തെളിവില്ല. ആരോപണം അത് ശക്തമാണ് എന്ന നിലപാട്. ആരോപണം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത്. ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നോമിനേഷൻ തള്ളാൻ പറ്റുമോ? ആരോടെ തൊപ്പിതെറിക്കും? അങ്ങനെ ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കക്ഷി പറഞ്ഞു, ഒരു മുന്നണി പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ നോമിനേഷൻ തള്ളാൻ സാധിക്കില്ല. അതിന്റെ വസ്തുതകൾ പരിശോധിക്കാനുള്ള ആധികാരിക രേഖകൾ പരിശോധിക്കേണ്ട അധികാരം, അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടതും കോടതിയാണ്. ആ കോടതിക്ക് മാത്രമേ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടോ, ഇവർ പറയുന്ന ആരോപണം ശരിയാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അത് മറ്റ് കോടതി വിചാരണകൾ നടത്തിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് ഒരാൾ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ ഒരു നോമിനേഷൻ തള്ളുക എന്നൊന്നും ആർഒയുടെ ചുമതലപ്പെടുന്നതല്ല. സാഹചര്യത്തിൽ അത് മാറ്റിവെച്ചിരിക്കുകയാണ്, പിന്നീട് പരിശോധിക്കുക എന്ന നില. ടൈം കൊടുത്തിട്ട് മാറ്റിവെച്ചതല്ല, ടൈം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ ഒരു ടൈം കൊടുത്തിട്ടുണ്ട്, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം കൊടുത്തിട്ട്. ഇപ്പം ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ നാളെ തരാമെന്നൊക്കെ പറയണമെങ്കിലും ഇതുവരെയായിട്ട് ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല. അത് ആർഒയുടെ കയ്യിൽ നിൽക്കുന്നതല്ല. ആർഒയ്ക്ക് അത് നോമിനേഷൻ സ്വീകരിച്ചതേ പറ്റൂ. അങ്ങനെ വല്ലതും തീർപ്പ് കൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് കോടതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് നിയമവിദഗ്ധരുമായി ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും സുരേഷ്, കരമന അജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ വെറും ആരോപണങ്ങൾ മാത്രമാണ് കോൺഗ്രസും CPMും ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ അല്പസമയം മുമ്പ് ശിവൻകുട്ടി കൈയൊഴിയുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ അത് തിരിച്ചടിക്കുമെന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് തന്നെ. ശിവൻകുട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഇത്തരത്തിലാണ്. നിലവിൽ അതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ CPMന്റെ പക്കലില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ CPM നേതൃത്വം. അതായത് ഇവിടെ വിനീഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ BJP നേതാവ് പറഞ്ഞതുപോലെ തന്നെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്, വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും. നിയമം തിരിച്ചുപിടിക്കും രാജീവ് ചന്ദ്രശേഖരനിലൂടെ എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ മണ്ഡലത്തിലുടനീളം വലിയ സ്വീകാര്യത ലഭിക്കുന്നു. എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം പിടിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുക, അത്തരത്തിലുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്താൻ ഇവിടെ കോൺഗ്രസും CPMും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ നേമത്ത് സ്ഥാനാർത്ഥിയായി എത്തിയ സമയം മുതൽ തന്നെ
CPM-നും കോൺഗ്രസിനും വലിയ അങ്കലാപ്പാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. അവിടെ BJP എന്ത് വന്നാലും ഇത്തവണ എങ്ങനെ CPM-ഉം കോൺഗ്രസും ക്രോസ് ഔട്ട് ചെയ്താൽ പോലും പരസ്പരം അവർ ഒരു സമവായത്തിലെത്തിയാൽ പോലും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം ഇത്തവണ നേമത്തുണ്ട് എന്ന് CPM-ഉം കോൺഗ്രസും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ ഈ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചതിൽ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാറ്റി നിർത്താൻ സാധിക്കുമോ എന്ന അവസാനത്തെ അടവാണ് CPM-ഉം കോൺഗ്രസും നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം 17 കൗൺസിലർമാരാണ്, 21 വാർഡുകളാണുള്ളത്. അതിൽ 17 കൗൺസിലർമാർ വിജയിച്ചിരിക്കുന്നത് BJP കൗൺസിലർമാരാണ് നേമത്ത്. അതുകൊണ്ട് തന്നെയാണ് BJP ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി നേമത്തെ കാണുന്നതും അവിടെയൊക്കെ തന്നെ ഇത്തവണയും വലിയ ലീഡ്, ഒരുപക്ഷെ നേരത്തെ കൗൺസിലർമാർ വോട്ട് പിടിച്ചതിൽ അധികം വോട്ട് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർക്ക് ഇത്തവണ ഈ ഒരു സ്ഥലങ്ങളിൽ ലഭിക്കും എന്ന ഒരു വിശ്വാസം BJP നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ CPM-നും വലിയ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും വലിയ രീതിയിൽ ഉള്ള ഒരു ആക്ഷേപം രാജീവ് ചന്ദ്രശേഖരനെതിരെ CPM-ഉം കോൺഗ്രസും ഉന്നയിച്ചപ്പോൾ പോലും അവർക്ക് ഇതിൻ്റെ രേഖകൾ ഹാജരാക്കാനോ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ആർഒയ്ക്ക് മുന്നിൽ ഹാജരാക്കുവാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. യെസ്, അതിനെയാണ് നേമത്ത് NDA സ്ഥാനാർത്ഥിയായ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രികയിൽ സൂക്ഷ്മ പരിശോധന തുടരുകയാണ്. വലിയ ആക്ഷേപമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശബരിനാഥൻ ഉന്നയിച്ചത്. ഇതിനെ ഏറ്റുപിടിക്കുന്ന സമീപനം തന്നെയാണ് ഇടതുപക്ഷവും സ്വീകരിച്ചത്. ബി വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.